കില്ലാടികളെ നമ്മുടെ ജന്ന ഷെസ്ബിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴുതയുടെ മേലെ ഇരുന്ന് വീഡിയോ ഇട്ട ഒരു ചേച്ചി. അത് പറഞ്ഞു കഴിഞ്ഞാൽ കില്ലട ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അത്ര ഇവൻ അതിനെ കളിയാക്കാന്നൊക്കെ വിചാരിക്കും. പക്ഷേ കില്ലട സത്യാവസ്ഥ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എനിക്ക് മാത്രമല്ല ഈ വീഡിയോ കണ്ട് നിങ്ങൾക്കും മനസ്സിലാവും. സത്യം പറയാലോ, എന്താ വെച്ചാൽ ഞാനും കില്ലട റിയാക്ട് ചെയ്യാൻ വൈകിട്ട്. സത്യം പറഞ്ഞാൽ ഞാൻ റിയാക്ട് ചെയ്യാൻ വൈകിട്ട് കില്ലട. എന്താ വെച്ചാൽ ശിവരാത്രി പിന്നെ അങ്ങനത്തെ കുറച്ച് പരിപാടി വേറെ കുറച്ച് പരിപാടിയൊക്കെ ആയി കാരണം ഞാൻ അങ്ങനെ മൂവായി. പിന്നെ എന്താ വെച്ചാൽ ഒന്നാമത് വൻ തിരക്കായിരുന്നു, കുറേ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ തിരക്കായിരുന്നു. അപ്പോൾ അതിന്റെ വഴിക്ക് വിട്ടു. പിന്നെ ഞാൻ എന്നിട്ട് ഇന്ന് കുത്തിയിരുന്ന് ആലോചിച്ചു, അവിടെ ഇങ്ങനൊരു സംഭവം അവിടെ നടന്നിട്ട് ജോർദാനിൽ നടന്നിട്ട് എന്തുകൊണ്ട് കേസ് എടുത്തില്ല എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ അല്ലാതെ അതോടുകൂടി കഴിയും. ചിലപ്പോൾ കേസ് എടുക്കായിരിക്കും, അത് കഴിഞ്ഞ് അവിടെ വിട്ടയക്കായിരിക്കാം ഇന്ത്യ. പക്ഷെ നമ്മളത് പുറത്തത്തെ രാജ്യങ്ങൾ അപേക്ഷിച്ച് നോക്കുന്ന സമയത്തും അവിടെ പറഞ്ഞ വൻ ഇതാണ് സംബന്ധിച്ച് കഴിഞ്ഞാൽ അവിടെ ഭയങ്കരമായ ശിക്ഷാ നടപടികൾ കൂടുതലാണ്. എന്ത് ചെയ്താലും ഇപ്പൊ പീഡനം ഇല്ലെങ്കിൽ സെക്ഷലി ഹറാസ് ചെയ്യുക, സെക്ഷലി അബ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വൻ രീതിയിൽ കുറ്റകൃത്യമാണ്. അവർക്ക് 15 വർഷം തടവ് അങ്ങനെ എന്തൊക്കെയോ പണ്ട് നിയമങ്ങൾ കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു ഈ വീഡിയോ കണ്ട സമയത്ത്. സോ അവിടെ അങ്ങനെ നടന്നിട്ട് എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്നില്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്തില്ല എന്ന ചേച്ചിയുടെ ചോദ്യത്തിൽ അല്ല നമുക്ക് ആ ചേച്ചിയോട് ചോദിക്കാമായിരുന്നു. മനസ്സിലായില്ലേ? ബട്ട് ചേച്ചി ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ റീച്ച് പ്ലസ് മണി. മനസ്സിലായില്ലേ? കാശ് പണം ദുഡ് മണി പറഞ്ഞ റീച്ച് പ്ലസ് മണി ദുഡ് മണി ആ സംഭവം ചേച്ചി ഉദ്ദേശിച്ചത്. അത് ചേച്ചിക്ക് വർക്ക്ഔട്ട് ആയും ചെയ്തിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ 10 ദിവസം മുമ്പിട്ട് ഒരു വീഡിയോ ആയിരുന്നു 13 ലക്ഷം, അതായത് 1.3 മില്യൺ വ്യൂസ്. 28 മിനിറ്റിന്റെ വീഡിയോ ആണെങ്കിൽ നമുക്കൊരു 10 മിനിറ്റിന്റെ വീഡിയോ ആണെങ്കിൽ 2 ആഡൊക്കെ വരും. അപ്പൊ 28 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ പൈസ കുറവ് വാരിണ്ടാവും. ഞാൻ ഇപ്പം പറയാം, വേണമെങ്കിൽ ഒരു 50,000 മുകളിൽ പൈസ കിട്ടിയിട്ടുണ്ടാവും. അത് ഒരു ഊഹാപോഹമാണില്ല, എത്ര കിട്ടി നമുക്ക് അറിയാമില്ല. എന്തായാലും ഒരു മനുഷ്യൻ ഫുൾ ആയിരുന്നത് കണ്ടിട്ടുണ്ടാവും. 1.3 മില്യൺ എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഇത് കാശ് വാങ്ങിയിട്ടുണ്ടാവും, നല്ല ഇത് കാശ് വാരിയിട്ടുണ്ടാവും യൂട്യൂബിൽ നിന്ന്. മനസ്സിലായില്ലേ? അപ്പൊ ചേച്ചി ഉദ്ദേശിച്ചത് അതാണ്. അപ്പൊ അത് കിട്ടും ചെയ്തു. ചേച്ചി അതിനുശേഷം കരഞ്ഞു പിഴിനൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ എന്താ വെച്ചാൽ ചേച്ചിയുടെ പ്രൊഫൈൽ ഞാൻ ശ്രദ്ധിച്ചു, എനിക്ക് പ്രൊഫൈൽ കിട്ടിയില്ല. പക്ഷെ വേറെ ഒരു കിട്ടുന്നത് എന്താ വെച്ചാൽ പ്രൊഫൈലൊക്കെ ഫുള്ള് ട്രോള് പറഞ്ഞു കഴിഞ്ഞാൽ ജാക്കി, അവന്റെ പേര് ജാക്കി എന്നൊക്കെ പറഞ്ഞാൽ അവനെ ട്രോളിന് സമയത്ത് അത് ചേച്ചി ഇട്ട് രസിക്കുക. ആഹാ ഇവൻ നോക്കിയിട്ട് കാര്യം കൊണ്ട് ചേച്ചി സ്റ്റോറി കാര്യങ്ങളൊക്കെ ഇടുക, അത് റീഷെയർ റീപോസ്റ്റ് അങ്ങനെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് ചേച്ചി. അതവിടെ നിൽക്കട്ടെ. അപ്പോഴാണ് ഇവിടെ ഞാൻ നമ്മുടെ ഈ മച്ചാന്റെ വീഡിയോ കാണാൻ ജിനൂസ് 2.0 എന്ന് പറഞ്ഞ മച്ചാന്റെ വീഡിയോ കാണാൻ ഇടയായത്. അപ്പൊ ഇവിടെ എനിക്ക് കറക്റ്റായി കലങ്ങി എന്തുകൊണ്ട് ഇത് സംഭവം പ്രശ്നമാണെന്ന്. മനസ്സിലല്ലേ? അപ്പോഴാണ് ചേച്ചി നമ്മളെല്ലാവരും ഇത്രയും പേര് ഇവിടെ നമ്മൾ പറ്റിച്ചോണ്ടിരിക്കുക പറഞ്ഞാൽ ആ സംഭവത്തിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞാൻ പറഞ്ഞുതരാം. എന്താ വെച്ച് കഴിഞ്ഞാൽ ആ കഴുതയുടെ പുറത്ത് ഇരിക്കുന്നതും ആ കഴുതയുടെ പുറത്ത് ഇരിക്കുന്നവർക്ക് നോർമൽ ഒരു കുതിര എന്ന് പറഞ്ഞാൽ നമുക്ക് കുതിരമാരി ഇരിക്കുമ്പോൾ നമുക്ക് രണ്ടുപേരും ഇങ്ങനെ ഇരിക്കാന്ന് പറഞ്ഞാൽ തോന്നിപ്പോവും. കഴുത എന്ന് പറഞ്ഞാൽ കഴുത ഇങ്ങനെയൊക്കെയാണ് ഷേപ്പ്. മനസ്സിലായില്ല? അപ്പൊ എന്താ വെച്ചാൽ 2 സീറ്റാണ്, ഒന്ന് ഇങ്ങനെയും ഒന്ന് ഇങ്ങനെയും. അതിന്റെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടില്ല. അപ്പൊ എങ്ങനെ ഇവനവൻ എങ്ങനെ നിങ്ങൾക്ക് തോന്നിയില്ല അല്ലേ? മനസ്സിലായില്ലേ? ആ ഒരു ലെവല് നിങ്ങൾ അതൊന്നും ആലോചിച്ചാൽ മതി. മനസ്സിലായില്ലേ? അതാലോചിച്ചാൽ മതി. അപ്പൊ ആ ഒരു സംഭവം നിങ്ങളൊന്ന് ആലോചിച്ച് നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്താ സംഭവം, എവിടെയാ സംഭവം എന്നുള്ളതൊക്കെ. അപ്പൊ ഞാൻ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് വിഷ്വൽസ് ഒക്കെ കാണിച്ചു തരാം. പിന്നെ നമ്മുടെ മച്ചങ്ങളെ കറക്റ്റായി വിവരിക്കുന്നുണ്ട്, ഞാൻ അങ്ങനെയൊന്നും പോകുന്നില്ല. എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം, നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇതാണ് സംഭവം. വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇങ്ങനെ പോണത്. മനസ്സിലല്ലേ? അപ്പൊ പുള്ളിക്കാരന്റെ പേര് എന്താ വെച്ചാൽ അവന്റെ പേരെന്തൊക്കെയുണ്ടല്ലേ. അപ്പൊ നമുക്ക് അത് ആ സീറ്റിന്റെ പോർഷൻ അവിടെ വെച്ചിട്ടുണ്ടല്ലേ. സീറ്റിന്റെ പോർഷൻ കറക്റ്റായി വെച്ചിട്ടുണ്ട്. ഇതാ അല്ലേ ഈ ഫോട്ടോ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റും. കണ്ടില്ലേ? കറക്റ്റ് ആയിട്ട് ഒരു സീറ്റ് പറഞ്ഞാൽ ഫ്രണ്ടിൽ ഇരിക്കണം. നമുക്ക് എന്താ വെച്ചാൽ ഗസ്റ്റുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സീറ്റ് ഇങ്ങനെയാണ്. അതിനുശേഷം ഒരു ഹമ്പ് പോയിട്ടുണ്ട്. അതിന് ബാക്കിലോട്ടാണ് നമ്മുടെ ഗൈഡൻസ്, എന്താ വെച്ചാൽ ഗൈഡുകൾക്ക് ഇരിക്കാൻ പറ്റുള്ള സീറ്റ്. സോ ഇവിടെ നിന്ന് ഇവൻ എങ്ങനെയാണ് അവിടെ പോകുന്നത്? എന്നിട്ട് ആ ചേച്ചി എങ്ങനെ ഇത്ര എക്സ്പ്രഷൻ കിട്ടുന്നു? എന്തൊക്കെയോ അവിടെ ഇവിടെയൊക്കെ തട്ടി പോലുള്ള എക്സ്പ്രഷൻ കിട്ടേണ്ട ആവശ്യം നിങ്ങളെല്ലാം സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റില്ല. ആ ചേച്ചി അതിന്റെ എക്സ്പ്രഷൻ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ആ വിഷ്വൽസ് ഒക്കെ ഞാൻ ഇവിടെ വെക്കാം, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. എന്റെ പൊന്നിയുടെ പക്ക ആക്ടിങ് പറഞ്ഞ പക്ക ആക്ടിങ്. ഓസ്കാർ ഇവർക്ക് കൊടുക്കേണ്ടി വരും. സീരിയസ്ലി ആണല്ലോ, ഓസ്കാർ ഇവർക്ക് തന്നെ, ഇക്വലത്തെ ഓസ്കാർ ഇവർക്ക് തന്നെ. ഷിംജിത് കഴിഞ്ഞാൽ ഇവർക്കായിരിക്കും. മനസ്സിലായില്ലേ? അത് ഷിംജിതിയോ ഇല്ലെങ്കിൽ ഈ ജന്നത്താത്തിയോ എന്നുള്ള ഡൗട്ടിലായിരിക്കും. ചിലപ്പോൾ രണ്ടും എല്ലാവർക്കും അവളെ കിട്ടുമായിരിക്കാം ഈ ഓസ്കാർ. നമുക്ക് അതിന് ബാക്കി കൂടി കാണാം. ഓക്കെ, ഇതാ പിന്നെ കിളർ വേറൊരു വിഷയം എന്താ വെച്ചാൽ നമുക്ക് ഈ കഴുതപ്പുറത്ത് ഇരിക്കുന്ന സമയത്ത് കിളർ സംഭവം ഈ മുണ്ട് പോയി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു എണ്ണ ഇട്ടിരിക്കുകയാണ്, കൈ കലക്ക് വേദനയാക്കാൻ. അപ്പൊ അത് വേറൊരു കഴുതപ്പുറത്ത് ഒരു ചേച്ചി പോകുന്നത് വിഷ്വൽ ഉണ്ട്. ഒരു ടൂർ ഫോറിനേഴ്സ് പോണ ഇതുണ്ട് കിളർ. അപ്പൊ ഗൈഡ് ബാക്കിൽ ഇരുന്ന് പോണ ഒരു വിഷ്വലും കൂടി ഉണ്ട്. അപ്പൊ അതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ മച്ചാൻ നമ്മുടെ തേർഡ് അമ്പയറിനൊക്കെ വിളിച്ച പോലെയൊക്കെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ നിങ്ങൾക്ക് ആ വിഷ്വൽ ഒന്ന് കാണിച്ചു തരാം, ഇങ്ങനെ മൂവ്മെന്റ് ചെയ്തിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലാവും എന്താണ് എവിടെയാണ് പണി പാളി പോലെ തോന്നുന്നത്. നമുക്ക് പാളിയോ ഇനി ജന്നത്തത്തിക്ക് പാളിയോ ആർക്ക് പാളിയോ കണ്ട പൊട്ടന്മാരാണോ നമ്മളൊക്കെ എന്നൊക്കെ തോന്നിപ്പോവും. ഇനി റിയാക്ട് ചെയ്ത യൂട്യൂബേഴ്സൊക്കെ അങ്ങനെയാണോ നമുക്ക് തോന്നിപ്പോകില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ അവരെ സപ്പോർട്ട് ചെയ്ത് കുറെ യൂട്യൂബേഴ്സ് വന്നു ചേച്ചി സപ്പോർട്ട് ചെയ്ത്. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ മറുവശം കൂടി ചിന്തിച്ചുകൂടാ എന്നൊരു സംഭവം. മനസ്സിലായി? ഞാൻ പണ്ടോട്ട് പറയുന്നതാണ് പുരുഷ കമ്മീഷൻ വേണമെന്ന്. കേരളത്തിലെ പൊതുവെ എല്ലാവരെയും നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. Review for LBW. Let's start with the front foot, please. That's a fair delivery. Impact in line. Impact outside. Wickets hitting. On-field decision is not out. Confirm it's a fair delivery. You can go to front on spin vision. Nice and slow.
go to the outrage, please. അപ്പോൾ അതാണ് സംഭവം കണ്ടില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ആ ഗൈഡ് കൊണ്ടുപോകണം കണ്ടില്ല. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്ര ഡിസ്റ്റൻസ് ഉണ്ട്. പിന്നെ അത്രയ്ക്ക് നീളമുള്ളവനാണോ അവനെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ അവന്റെ അത് അത്രയ്ക്ക് നീളമുള്ളതെന്ന് നമുക്ക് അറിയില്ല. നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഇനിയിപ്പോൾ അത്രയ്ക്ക് ഇതൊന്നും ആവാൻ ചാൻസ് ഇല്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞില്ലേ കില്ലറുള്ള എന്ന് വെച്ചാൽ പിന്നെ കുറച്ച് സംഭവങ്ങൾ പറയുന്നുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല കഴുതയുടെ ആ ഒരു സീറ്റും ആ ഒരു കഴുതയുടെ ആകൃതി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്ര ഡിസ്റ്റൻസ് ആണ്. പിന്നെ ഇത്ര ഡിസ്റ്റൻസ് ചോദിച്ചിട്ട് അങ്ങനെ സംഭവിച്ചിട്ട് വേദനിക്കാനും ഇല്ലെങ്കിൽ അങ്ങനത്തെ എക്സ്പ്രഷൻ ഇടാനുള്ള ഇതൊന്നും ഇല്ല. മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെ ചേച്ചി ഇട്ട് ഒഴുകുന്നുണ്ട്. ആ വിഷ്വൽ ഞാൻ ഇവിടെ വെക്കാട്ടാ. നമുക്ക് കില്ലറുള്ള വിഷ്വൽസ് നോക്കാം. ചേച്ചി എന്തൊക്കെയാ കാണിക്കില്ലല്ലോ എന്റെ പൊന്നോ. എന്താ കില്ലറുള്ള ഇത് ഞാൻ പറഞ്ഞ ഓസ്കാർ ലെവൽ ആക്ടിങ് പറഞ്ഞാൽ ഓസ്കാർ ലെവൽ ആക്ടിങ് അത് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓരോ എക്സ്പ്രഷൻ സൗണ്ട് ഒക്കെ എടുത്തില്ല എന്റെ പൊന്നോ. സത്യമായിട്ട് നമ്മൾ ഹെഡ്സെറ്റ് വെച്ച് വേണം കാണാൻ. അപ്പൊ അതാണ് സംഭവം കില്ലറുള്ള. ഞാൻ പറഞ്ഞില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് റിയൽ ആയിട്ട് നടന്നില്ല. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നിങ്ങൾക്ക് അത് വിഷ്വൽ കറക്റ്റ് ആയിട്ട് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അല്ലാതെ ഒരിക്കലും നിങ്ങൾ വെറുതെ ഒരാളുടെ മറ്റൊരു വശം മാത്രം ചിന്തിച്ചൊരു കാര്യമില്ല. ഞാനിപ്പോൾ ആദ്യമായിട്ട് റിയാക്ട് ചെയ്യാൻ പോകുന്നില്ല, റിയാക്ട് ചെയ്യുന്നത് മനസ്സിലായില്ലേ. ഇതിന് മുമ്പ് ഞാൻ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒന്നും സമയം കിട്ടില്ല. ഇടാത്ത നന്നായില്ല. അല്ലെങ്കിൽ ഞാൻ അന്ന് ആ വശം മാത്രം കണ്ടിട്ടെങ്കിൽ ഞാൻ പേറിപ്പോയത് തന്നെ. അപ്പൊ മറ്റ് യൂട്യൂബേഴ്സൊക്കെ അവർ സപ്പോർട്ട് ചെയ്തിട്ടില്ല. അത് എന്തുകൊണ്ട് ഏതുകൊണ്ടെന്നൊന്നും എനിക്കറിയില്ല. അവരത് മാത്രം കണ്ടുകൊണ്ടായിരിക്കാം. മേ ബി നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായില്ല എന്ന് വെച്ചാൽ ഈ സംഭവം കണ്ടി നിങ്ങൾക്ക് അത് കറക്റ്റായി പിടികിട്ടും. നിങ്ങളത് ഊഹിച്ചാൽ മതി. ഒരു നമ്മൾക്ക് ചോറല്ല വെച്ചിട്ടുണ്ട്. അപ്പൊ ചോറ് തിന്നവർക്കൊക്കെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾ കണ്ടു നോക്കുക. അത്രേ പറയുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ ഞാൻ ഇടയിൽ കുറേ മോശം വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഞാൻ മ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കാം. എൻ്റെ ഡീറ്റെയിൽസിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് മ്യൂട്ട് ചെയ്യാൻ. ഇപ്പം മ്യൂട്ട് ചെയ്തില്ലെങ്കിൽ തെറ്റ് ക്ഷമിക്കുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു പോയില്ല ഫ്രസ്ട്രേഷൻ കൊണ്ട്. മനസ്സിലായി എന്താ വെച്ചാൽ കേരളത്തിൽ ഇപ്പോൾ ഇത് ട്രെൻഡിങ് ആണെന്ന് മനസ്സിലായി. അപ്പം ഇനി കേരളത്തിന് നടക്കില്ലെന്ന് മനസ്സിലായി. എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പുള്ളിക്കാരൻ നമ്മുടെ സഹോദരൻ മരിച്ചല്ലോ ആ ഒരു സംഭവത്തിൽ. ഇവർ ട്രെൻഡ് ഇറക്കാൻ നോക്കി പെമ്പിളാര്. പക്ഷെ ഒരാൾ മരിച്ചു. ഇനിയിപ്പോൾ ഇവിടെ നടക്കില്ല. ഇനിയിപ്പോൾ നമുക്ക് പുറത്ത് പോയി നടക്കുള്ള വേണ്ടി ജോർദാനിൽ പോയി ഉണ്ടാക്കുന്നതാണ്. ഇപ്പം എന്താ ഈ കലങ്ങി തെളിഞ്ഞ് വന്നില്ല. പക്ഷെ ചേച്ചി ഉദ്ദേശിച്ച് നേടിയില്ല. എന്ന് വെച്ചാൽ പൈസ കിട്ടി, ആ ഏണിങ്സ് കാര്യങ്ങൾ റീച്ച് വന്നു, എല്ലാം വന്നു. കുറേ ആൾക്കാർ എടുത്ത് ട്രോളി പറഞ്ഞാൽ കുറേ ആൾക്കാർ എടുത്ത് റിയാക്ട് ചെയ്തു. അതൊക്കെ ചേച്ചി കിട്ടേണ്ടി കിട്ടി. പക്ഷെ ഇക്കാര്യത്തിൽ പോയി. അത്രേ ഉള്ളൂ, കഴിഞ്ഞു. ഇതാ ടാറ്റ ബൈ ബൈ.